വിശദമായി തന്നെ നോക്കാം. കാടിറങ്ങുന്ന വന്യത. ആനശല്യത്തിൽ പൊറുതിമുട്ടി കാസർഗോഡ് കാറിടുക്കിയിലെ കർഷകർ. കാട്ടാനശല്യത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ രാപ്പകൽ സത്യാഗ്രഹം ആരംഭിച്ചു. ദേലമ്പാടി, മുളിയാർ, കാറടുക്ക പഞ്ചായത്തുകളിലെ കർഷകരാണ് ആനപ്പേടിയിൽ കഴിയുന്നത്. കാടിറങ്ങുന്ന ആനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു. ആനകളെ തുരത്താൻ ശാശ്വത പരിഹാരം വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. ജനവാസ മേഖലകളിൽ തമ്പടിച്ച കാട്ടാനകളെ ഉടൻ തുരത്താൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ സിപിഎം രാപ്പകൽ സത്യാഗ്രഹം ആരംഭിച്ചു. 2 കോടിയോളം രൂപ മുടക്കിയിട്ട് അവിടെ ഫെൻസ് ഉണ്ടാക്കിയത്. പക്ഷേ ഈ ആനയെ അങ്ങോട്ട് തുരത്താതെ ഒരു നിർവാഹവുമില്ല. അതുകൊണ്ട് സിപിഎം തന്നെ സമരം ചെയ്യേണ്ടി വന്നത് ഇതിൻ്റെ ഗൗരവം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന് തന്നെയാണ്. വേറെ ഒരു തരത്തിലും ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല. കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിച്ച് അടിയന്തരമായി വിതരണം ചെയ്യണമെന്നാണ് കർഷകരുടെ ആവശ്യം. ആന പ്രതിരോധ വേലി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കാസർഗോഡ്. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഏറ്റവും അധികം ജീവനുകൾ നഷ്ടമായിട്ടുള്ളത് ഇടുക്കിയിലെ തോട്ടം മേഖലകളായ ശാന്തൻപാറ, ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തുകളിലാണ്. കലിയടങ്ങാതെ അലയുന്ന ചില്ലിക്കൊമ്പനാണ് ആനയിറങ്കൽ ജലാശയത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഇറങ്ങുന്ന ആനകളിൽ ഏറ്റവും അപകടകാരി. ബത്തേരിയിലെ PM2വിനെ പിടികൂടിയതുപോലെ ചില്ലിക്കൊമ്പനെ മേഖലയിൽ നിന്നും മാറ്റാൻ നടപടി വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ആവശ്യമുന്നയിച്ച് CCFനും വനമന്ത്രിക്കും ശാന്തൻപാറ പഞ്ചായത്ത് കത്തയച്ചു. 2 പതിറ്റാണ്ടുകൾക്കിടെ കാട്ടാന ആക്രമണത്തിൽ 40-ലധികം ജീവനുകളാണ് മതികെട്ടാൻ ചോലയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ പൊലിഞ്ഞിട്ടുള്ളത്. കല്യാണി, മുടിവാലൻ, പടയപ്പ തുടങ്ങിയ ഒറ്റയാന്മാരുൾപ്പെടെ 30ഓളം കാട്ടാനകൾ മേഖലയിലുണ്ട്. ഇവയിൽ ഏറ്റവും അപകടകാരിയാണ് ചില്ലിക്കൊമ്പൻ. 6-ലധികം ജീവനുകളാണ് ചില്ലിക്കൊമ്പന്റെ ആക്രമണത്തിൽ പൊലിഞ്ഞത്. പകൽ കാട്ടിനുള്ളിൽ കഴിയുന്ന ചില്ലിക്കൊമ്പൻ മിക്ക രാത്രികളിലും തോട്ടം മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിലെത്തും. വീടുകളും കൃഷിയിടങ്ങളും തകർക്കും. അരിയാണ് ഇഷ്ടഭക്ഷണം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പൂപ്പാറയ്ക്ക് സമീപം ശങ്കരപാണ്ഡ്യൻമേട്ടിൽ ആനയുടെ സാന്നിധ്യമുണ്ട്. വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ PM2വിനെ മയക്കുവെടി വെച്ച് പിടിച്ചതുപോലെ ശല്യക്കാരനായ ചില്ലിക്കൊമ്പനെ പിടിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വയനാട്ടിൽ ചെയ്തതുപോലെ തന്നെ ആനയെ മയക്കുവെടി വെച്ച് വേറെ ഏതെങ്കിലും പ്രദേശത്തേക്ക് ആനകളെ മാറ്റിക്കൊണ്ട് ഇവിടുത്തെ ആളുകൾക്ക് ജീവിക്കുവാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ചില്ലിക്കൊമ്പനെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് ശാന്തൻപാറ പഞ്ചായത്ത് CCFനും വനമന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട്. ചില്ലിക്കൊമ്പനെയും കാട്ടാനക്കൂട്ടങ്ങളെയും കൂടാതെ മറ്റ് വന്യമൃഗങ്ങളും ഇവിടുത്തെ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നത് പതിവാണ്. കൃഷിക്കാർക്കും സാധാരണ ജനങ്ങൾക്കും ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയാണ് വന്യമൃഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. ന്യൂസ് 18 ഇടുക്കി. ധോണിയിലിറങ്ങിയ PT7 എന്ന കാട്ടാനയെ പിടികൂടാനുള്ള നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠൻ. കാട്ടാനയെ ഉടൻ പിടികൂടണമെന്നും ധോണിയിൽ സന്ദർശനം നടത്തിയ MP ആവശ്യപ്പെട്ടു. സന്ദർശനത്തിനിടെ പ്രദേശവാസികൾ ഒരാൾ MPയെ ചോദ്യം ചെയ്തത് അല്പനേരം തർക്കത്തിനിടയാക്കി. PT7 ഇറങ്ങി മാസങ്ങളായിട്ടും പിടികൂടാൻ വൈകുന്നത് വനം വകുപ്പിന്റെ വീഴ്ചയാണെന്ന് സ്ഥലം സന്ദർശിച്ച VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. കാട്ടാനയെ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ വ്യക്തമാക്കി. നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് MP കുറ്റപ്പെടുത്തി. ഇവിടെ ഇപ്പോൾ ഏത് സർക്കാർ ഭരിച്ചാലും ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ സർക്കാർ തന്നെയാണ് വിവിധ വകുപ്പുകളുടെ ഏകോപനമാണ് മുൻകൈയെടുത്ത് പ്രവർത്തിക്കേണ്ടത്. ഇവിടെ കുറച്ച് ഗുരുതരമായ ഒരു അനാസ്ഥ കുറച്ച് നാളുകളായിട്ടുണ്ട്. അത് ഞങ്ങളുടെ മാത്രമല്ല പൊതുവെ ജനങ്ങളുടെ എല്ലാവരുടെ ആക്ഷേപമാണ്. കാരണം ഈ വന്യമൃഗങ്ങൾ വന്നാൽ അത് അറിയിച്ചവരെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലാണ് ചില വനം ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം. ഇതിനിടെ പ്രദേശവാസികളിൽ ഒരാൾ MPയുടെ സന്ദർശനത്തെ ചോദ്യം ചെയ്തത് തർക്കത്തിന് കാരണമായി. ഇതിലൊന്നും രാഷ്ട്രീയം കാണണ്ട. ഞാൻ ചോദിക്കുന്നത്, ഞാൻ DF ഓഫീസിൽ മാർച്ച് വന്നിട്ടുണ്ടോ ഈ വിഷയം ഉന്നയിച്ചിട്ട്? ഇതിനൊക്കെ മുമ്പ് ഞങ്ങൾ ഒരുപാട് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് നിന്റെ രാഷ്ട്രീയ പാർട്ടി വെച്ചോ, എന്നോട് പറയണ്ട. നീ പാർട്ടി പരിപാടിയിൽ പറഞ്ഞോ. എല്ലായിടത്തും വരും. ജനങ്ങളോട് ജയിപ്പിച്ച MP ആണ്. മനസ്സിലായോ? അത് തനിക്കെന്താ PT7 പുറമെ കൂടുതൽ കാട്ടാനകൾ ധോണി മേഖലയിൽ ഇറങ്ങുന്നതും നാട്ടുകാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്തിൽ തന്നെ മാതൃകയായി മാറിയിരിക്കുകയാണ് മൂന്നാർ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ നടപ്പിലാക്കിയ പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരവും ലഭിച്ചു.
വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനോടൊപ്പം മാലിന്യ സംസ്കരണത്തിൽ വരുമാനം കണ്ടെത്തിയ ഏക പഞ്ചായത്താണ് മൂന്നാർ പഞ്ചായത്ത്. വിനോദസഞ്ചാര മേഖലകളിൽ പ്ലാസ്റ്റിക് കുപ്പി അടക്കമുള്ള മാലിന്യങ്ങൾ കൂമ്പാരമായി കുന്നുകൂടി. ഇത് മൂന്നാറിന്റെ ശോഭ കെടുത്തുകയും വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വർഷങ്ങളായി കോടികളാണ് ഭരണസമിതി നീക്കിവച്ചിരിക്കുന്നത്. ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധ നേടുന്ന രീതിയിൽ മാലിന്യത്തിൽ നിന്നും വരുമാനം കണ്ടെത്തുന്ന പഞ്ചായത്തായി മൂന്നാർ പഞ്ചായത്ത് മാറിക്കഴിഞ്ഞു. നിലവിലെ വേസ്റ്റ് മാനേജ്മെന്റിൽ வரக்கூடிய வினோதசஞ்சாரிகளுக்கும் இருக்கக்கூடிய மூணார் மக்களுக்கும் நல்ல உபயோகம் உள்ளதா வேஸ்ட் மேனேஜ்மெண்ட்ல வந்து நல்ல ஒரு மாற்றம் கொண்டு வந்திருக்குது. மூணார் ஃபுல்லுமே நமக்கு சுத்தமான மூணாரை வந்து ഗ്രീൻ മൂണാർ வந்து നമുക്ക് பார்க்க முடியுது. സംസ്ഥാനത്തിന് മാതൃകയായി മാറുന്ന മറ്റൊരു പദ്ധതിക്ക് പഞ്ചായത്ത് രൂപം നൽകി. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ പ്ലാസ്റ്റിക് കുപ്പികളും പാഴ്വസ്തുക്കളും ഉപയോഗിച്ചുള്ള ആപ്പ് സൈക്ലിംഗ് പാർക്കാണ് ഇത്. ന്യൂസ് 18 മൂന്നാർ. 50ാം വാർഷികം ആഘോഷിക്കുന്ന ഇടുക്കിക്ക് ജില്ലാ പഞ്ചായത്തിന്റെ സമ്മാനമായി സുവർണ ഭവനം പദ്ധതി. ജില്ലയിൽ 52 വീടുകളാണ് ജില്ലാ പഞ്ചായത്ത് പണി കഴിപ്പിക്കുക. പഞ്ചായത്തുകൾ നൽകുന്ന മുൻഗണനാ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത്. ഇടുക്കി ജില്ല രൂപം കൊണ്ടതിന്റെ 50ാം വാർഷികത്തിൽ നിരവധി പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. സുവർണഭവനം പദ്ധതിയിലൂടെ ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്ത് ഓരോ വീട് നിർമ്മിക്കും. ആകെ 52 വീടുകളാണ് നിർമ്മിച്ച് നൽകുക. ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് വാങ്ങിക്കുന്നത് പഞ്ചായത്തിൽ നിന്നാണ്. ലൈഫിൻ്റെ ലിസ്റ്റിലുള്ളവരുടെയാണ് പരിഗണന കൊടുത്തിട്ടുള്ളത്. 3 വിഭാഗത്തിലുള്ളവർക്കാണ് നമ്മൾ വീട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒന്ന് SC അല്ലെങ്കിൽ ST അല്ലെങ്കിൽ അതിതീവ്ര ദരിദ്രർ. ഈ 3 ലിസ്റ്റിൽ നിന്ന് പഞ്ചായത്ത് എടുക്കുന്ന ഗുണഭോക്തൃ ലിസ്റ്റ് ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ച് അവരിലേക്കാണ് നമ്മൾ ഈ ധനസഹായം എത്തിക്കുന്നത്. 4 ലക്ഷം രൂപയാണ് ഓരോ സുവർണ ഭവനത്തിനുമായി അനുവദിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ നൽകുന്ന ലിസ്റ്റ് പരിഗണിച്ച് വീട് അനുവദിക്കും. ന്യൂസ് 18 ഇടുക്കി. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. മകരവിളക്ക് മഹോത്സവത്തിന് വിപുലമായ സുരക്ഷാ മുന്നൊരുക്കങ്ങളുമായി പോലീസ്. എല്ലാ പ്രധാന വ്യൂ പോയിന്റുകളിലും SP-മാരുടെ മേൽനോട്ടത്തിലാണ് സുരക്ഷാ വിന്യാസം. മകരജ്യോതി ദർശനത്തിന് ഭക്തർ കൂടുതലായി എത്തുന്ന പുൽമേട്ടിലും പാണ്ടിത്താവളത്തും എറണാകുളം റേഞ്ച് DIG A. ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. മകരജ്യോതി ദർശനത്തിന് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വൻ ഭക്തജന തിരക്കുണ്ടായേക്കുമെന്ന വിലയിരുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ വിപുലമായ സുരക്ഷാ വിന്യാസം. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലായി ഓഫീസർമാരുൾപ്പെടെ 2958 പേരാണ് സേവന രംഗത്തുള്ളത്. പുല്ലുമേടും പാണ്ടിത്താവളവും ഉൾപ്പെടെയുള്ള 8 വ്യൂ പോയിന്റുകളിലും SP-മാരുടെ മേൽനോട്ടത്തിലാകും സുരക്ഷ ഒരുക്കുക. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർ ജ്യോതി ദർശനത്തിന് തമ്പടിക്കുന്ന ഇടങ്ങളിൽ എറണാകുളം റേഞ്ച് DIG A. ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി. ഇടുക്കി ജില്ലയിൽ 3 വ്യൂ പോയിന്റ്സ് ആണ് ഉള്ളത്. പരന്തപ്പാറ, പാഞ്ചാലിമേട്, പുല്ലുമേട്. അവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളും വിലയിരുത്തിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ അവിടെ പുല്ലുമേടിനും ഇങ്ങോട്ടേക്ക് യാത്രയിൽ എന്താണ് ഉള്ള യാത്ര മനസ്സിലാക്കാനാണ് ഇന്ന് ചെയ്തത്. അവിടെ പുല്ലുമേടിൽ ബാക്കി 2 സ്ഥലങ്ങൾ പരന്തപ്പാറ ആസ് വെൽ ആസ് പാഞ്ചാലിമേട് മതിയായ ക്രമീകരണങ്ങളുണ്ട്. അതിലെ പക്ഷേ പുല്ലുമേടിൽ മതിയായ ക്രമീകരണങ്ങളുണ്ട്. 2 DVSമാരും അവിടെ SP ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നത്. ഒരു 10,000 ക്രൗഡാണ് അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. 14-ാം തീയതി വൈകുന്നേരം അവിടെ നന്നായിട്ട് ദർശിക്കാനും പിന്നെ നന്നായിട്ട് വേറെ പ്രശ്നങ്ങളോ ഇല്ലാത്ത രീതിയിൽ ആൾക്കാർ തിരിച്ചു പോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. സോപാനം, 18-ാം പടി, മാളികപ്പുറം, നടപ്പന്തൽ, ശരംകുത്തി തുടങ്ങി 12 സെക്ടറുകളിലായാണ് സേനാ വിന്യാസം. DYSP-മാർക്കാണ് സെക്ടറുകളുടെ ചുമതല. സന്നിധാനത്ത് സ്പെഷ്യൽ ഓഫീസർ ES ബിജുമോന്റെ നേതൃത്വത്തിൽ 1875 പേരാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷങ്ങളിലെയൊക്കെ അപേക്ഷിച്ച് കൂടുതൽ ജനക്കൂട്ടത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കോവിഡിന് ശേഷം വരുന്ന ആദ്യത്തെ ഒരു മകരവിളക്കായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പം നിലവിലുള്ള നമ്മുടെ ഇപ്പോൾ ഒരു സ്കീമിൽ പോകുന്നതിനെ 12 സെക്ടറായിട്ട് തിരിച്ചിട്ടാണ് നമ്മളിപ്പം DYSP-മാരുടെ നേതൃത്വത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ കുറച്ചുകൂടെ എണ്ണം കൂട്ടി ആ സമയത്തേക്ക് നമ്മൾ അഡീഷണൽ സെക്ടറുകൾ DYSP-മാരുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസിനെ കൂടെ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിന് ഏതൊക്കെ സ്ഥലങ്ങളിൽ കൂടെ ആളുകളെ പുറത്തേക്ക് വിടാമെന്നുള്ള പുതിയ എക്സിറ്റ് വഴികളെല്ലാം ഒരു ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ദേവസ്വത്തിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും സംയുക്ത പരിശോധനയിൽ കൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ദ്രുതകർമ്മസേനയും ദുരന്ത നിവാരണ സേനയും അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജരായി രംഗത്തുണ്ട്. ന്യൂസ് 18 സന്നിധാനം. ഒറ്റത്തടിയിൽ തീർത്ത് വിസ്മയമാക്കുകയാണ് കോതമംഗലം സ്വദേശി സുധൻ. ആനയുടെ ഉൾപ്പെടെ ആയിരക്കണക്കിന് ശില്പങ്ങൾ ഇതിനോടകം സുധൻ നിർമ്മിച്ചു കഴിഞ്ഞു.
വാരപ്പെട്ടി മൈലമൂട്ടിൽ സുധൻ എന്ന 66-കാരൻ മരത്തിൽ തന്റെ കലാസബരി തുടങ്ങിയിട്ട് അരനൂറ്റാണ്ട് പിന്നിട്ടു. സ്കൂൾ പഠനകാലത്ത് 13-ാം വയസ്സിൽ കൗതുകത്തിന് തുടങ്ങിയ ശില്പനിർമ്മാണം 66-ാം വയസ്സിലും ഇദ്ദേഹം തുടരുകയാണ്. തിരുവനന്തപുരം ആര്യനാട് സ്വദേശിയായ സുധൻ ശില്പനിർമ്മാണത്തിന്റെ സൗകര്യത്തിനായിട്ടാണ് വാരപ്പെട്ടിയിൽ താമസിക്കുന്നത്. ആനപ്രേമികളുടെ ഇടയിൽ സുധന്റെ ശില്പത്തിന് ഡിമാൻഡ് ഏറെയാണ്. 1.25 ടൺ ഭാരവും 5.5 അടി ഉയരവുമുള്ള കൊമ്പനാനയാണ് സുധൻ ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ ശില്പം. ഞാൻ പണി പഠിച്ചത് ഒരു 53 വർഷമായി. 13ാമത്തെ വയസ്സിൽ പഠിച്ചാണ്. എനിക്കിപ്പോൾ 56ാമത്തെ വയസ്സാകാൻ പോകുന്നു. 52.5 വർഷം ഞാൻ ഈ ഫീൽഡിൽ തന്നെയുണ്ട്. ഒരുപാട് പണികൾ ചെയ്തു. ക്രാഫ്റ്റ് എല്ലാം ചെയ്യും, ഫർണിച്ചർ കാർവിങ് ചെയ്യും. മെയിനായിട്ട് തടിയിൽ ആന ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ നമുക്ക് കച്ചവടവും ആനയാണ്. ആൾക്കാർക്ക് ഇഷ്ടം ആനയാണ്. അതുകൊണ്ട് ആനയിൽ തന്നെ നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈട്ടി, വാഗ, പുളി, കുമ്പിൾ, തേക്ക് തുടങ്ങിയ മരങ്ങളാണ് പ്രധാനമായും ശില്പനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. എല്ലാ ശില്പങ്ങളും ഒറ്റത്തടിയിലാണ് നിർമ്മിക്കുന്നത്. ശില്പനിർമ്മാണം പഠിപ്പിക്കുന്നതിന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണമെന്നാണ് സുധന്റെ ആഗ്രഹം. ന്യൂസ് 18 കോതമംഗലം. കുട്ടികൾക്ക് വേറിട്ട പഠനാനുഭവം സമ്മാനിക്കുകയാണ് തൊടുപുഴ ഡയറ്റ് ലാബ് സ്കൂൾ. മികച്ച ജൈവ വൈവിധ്യ പാർക്കാണ് സ്കൂളിന്റെ മുഖ്യ ആകർഷണം. തൊടുപുഴയിലുള്ള ഡയറ്റ് ലാബ് സ്കൂളിലെ കുട്ടികൾക്ക് പച്ചപ്പും തണലും ആസ്വദിച്ച് പാഠങ്ങൾ പഠിക്കാം. പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൽമരമാണ് സ്കൂളിലേക്ക് കുട്ടികളെ സ്വാഗതം ചെയ്യുക. സ്കൂൾ വളപ്പിലുള്ള നീർമരുത്, പ്ലാവ്, മന്ദാരം, ഇലഞ്ഞി, വേങ്ങ എന്നിങ്ങനെ നീളുന്ന വൃക്ഷങ്ങളുടെ വൈവിധ്യം ആരെയും ആകർഷിക്കും. പൂച്ചെടികളുടെ വൈവിധ്യവും പാർക്കിലെ പ്രധാന കാഴ്ചയാണ്. 196 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും ഈ സ്കൂളിനെ വേറിട്ടതാക്കുന്നുണ്ട്. 1.5 ഏക്കർ സ്ഥലത്താണ് സ്കൂളിലെ ജൈവ വൈവിധ്യ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പാഠപുസ്തകത്തിൽ പറയുന്ന എല്ലാ പഠന പ്രവർത്തനങ്ങളും ക്ലാസ് മുറിയിലും സ്കൂൾ പരിസരങ്ങളിലുമായി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും സ്കൂളിൻ്റെ പ്രത്യേകതയാണ്. 196 വർഷമായി ഈ സ്കൂൾ സ്ഥാപിച്ചിട്ട് സ്കൂളിന് മുറ്റത്ത് നിൽക്കുന്ന ആൽമരത്തോടൊപ്പം പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരുപാട് വൃക്ഷലതാദികൾ ഈ ക്യാമ്പസിനുള്ളിലുണ്ട്. 1 മുതൽ 7 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് അവരുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന പരിചയപ്പെടേണ്ടി വരുന്ന സസ്യങ്ങളും ജന്തുക്കളും പൂമ്പാറ്റകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ക്യാമ്പസിനുള്ളിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ കാണുന്നതിനായി പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. സയൻസ് പാർക്ക്, കാറ്റാടിയന്ത്രം, സോളാർ പാനൽ, ശിശു സൗഹൃദ ഇരിപ്പിടങ്ങൾ, എല്ലാ ക്ലാസ്സിലും കമ്പ്യൂട്ടർ, ശാസ്ത്ര ലാബ്, ഗണിത ലാബ്, കിഡ്സ് പാർക്ക് എന്നിവയെല്ലാം സ്കൂളിൽ കുട്ടികൾക്ക് മികച്ച പഠനാനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കുടുംബങ്ങളുമായി അധ്യാപകർ നിരന്തരം പുലർത്തുന്ന സമ്പർക്കവും വേറിട്ട മാതൃകയാണ്. ന്യൂസ് 18 ഇടുക്കി. പ്രകൃതി രമണീയത കൊണ്ട് അനുഗ്രഹീതമാണ് ഇടുക്കി കരിക്കൻമേട് പരുന്തുംപാറ. നിരവധി വിനോദസഞ്ചാരികളാണ് പരുന്തുംപാറയിൽ നിന്നുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എത്തുന്നത്. എന്നാൽ പ്രദേശത്തെ വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്തി വികസനം സാധ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാമാക്ഷി പഞ്ചായത്തിലെ കരിക്കിൻമേട് പരുന്തുംപാറയിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്ന് പലതവണ പ്രഖ്യാപനമുണ്ടായെങ്കിലും ഒന്നും നടപടിയായില്ല. 1-ാം വാർഡിൽപ്പെടുന്ന കരിക്കിൻമേട് മലനിരകളിൽ ഏറെ പ്രകൃതി മനോഹരമായ പ്രദേശമാണ് പരുന്തുംപാറ. ഇളം കാറ്റും മഞ്ഞുമാണ് പരുന്തുംപാറയുടെ പ്രത്യേകത. കാമാക്ഷി പഞ്ചായത്തിന് പുറമെ സമീപ പഞ്ചായത്തുകളായ മരിയാപുരം, വാത്തിക്കുടി, കഞ്ഞിക്കുഴി, വാഴത്തോപ്പ്, കൊന്നത്തടി തുടങ്ങി കട്ടപ്പന നഗരസഭയുടെ ഭാഗങ്ങളും ഇവിടെ നിന്നുള്ള പ്രധാന കാഴ്ചകളാണ്. അധികൃതരുടെ ഒരു അവഗണന ഈ പ്രദേശത്തുണ്ട്. തീർച്ചയായിട്ടും ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്ത് ഇവിടെ അവർക്ക് വേണ്ട ഫെസിലിറ്റികളോ സൗകര്യങ്ങളോ ഒന്നുമില്ല. ആൾക്കാർ നടന്നൊക്കെയാണ് വരുന്നത്. വണ്ടി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. വാഹന സൗകര്യം, വഴി സൗകര്യമില്ല. ഇവിടുന്ന് കരിക്കൻമേട് മുതൽ കുരിശുമല വരെ, തോടുവിൽ കുരിശുമല വരെ ഒരു ഗതാഗതയോഗ്യമായ റോഡുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം കൂടുതൽ വിദേശങ്ങളിൽ നിന്ന് പോലും ആൾക്കാർക്ക് വരാൻ സാധിക്കും. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഇടുക്കി ഡാമിന്റെ ദൂരക്കാഴ്ചയും ഇവിടെ നിന്ന് കാണാനാകും. മൂന്നാർ, പാൽക്കുളംമേട്, മീനുളിയാൻപാറ, രാമക്കൽമേട്, കാൽവറി മൗണ്ട് ഉൾപ്പെടെയുള്ളവയും ആനമുടിയും പരുന്തുംപാറയിൽ നിന്നാൽ കാണാം. സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധയുണ്ടായാൽ പരുന്തുംപാറയെ വലിയ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനാകും. പ്രാദേശിക പദ്ധതികൾ ഉൾപ്പെടുത്തി വികസനം ഉറപ്പാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. മുക്കം മുസ്ലിം ഓർഫനേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓസ നിർമ്മിച്ച ഓഡിറ്റോറിയം മുക്കം മുസ്ലിം ഓർഫനേജ് കമ്മിറ്റിക്ക് കൈമാറി. ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും താക്കോൽദാന കർമ്മവും പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. 2.5 കോടി രൂപ ചെലവഴിച്ചാണ് ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം. ഒരേ സമയം 1000 പേർക്ക് ഇരിക്കാനുള്ള കൺവെൻഷൻ ഹാൾ, 500 പേരെ ഉൾക്കൊള്ളാവുന്ന ഭക്ഷണ ഹാൾ, പാർക്കിംഗ് ഏരിയ എന്നിവ അടങ്ങുന്നതാണ് ഓഡിറ്റോറിയം. മുക്കം മുസ്ലിം അനാഥർക്ക് ഇത്തരമൊരു ഓഡിറ്റോറിയം നിർമ്മിച്ചു നൽകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. ഈ സൗധം ഞങ്ങളുടെ സ്വപ്ന സൗധമാണ്. ഞങ്ങളെ ഈ ഇന്നത്തെ ഭൂമികയിൽ പിടിച്ചു നിർത്താൻ പ്രാപ്തരാക്കിയ എത്തിങ്ങാന ഭാരവാഹികളോട്
ഈ നല്ല മനസ്സുകളോട് ഞങ്ങൾക്ക് ഉള്ള കടപ്പാടും സ്നേഹവും അറിയിക്കാനാണ് ഞങ്ങൾ ഈ സൗധം നിർമ്മിച്ചു നൽകുന്നത്. ഇതിന് ഏകദേശം 2.5 കോടിയോളം രൂപ ഞങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് വർക്ക് കൂടിയുണ്ട്. അതും ഞങ്ങൾ സമാഹരിച്ചിട്ട് ആണ് ഓഡിറ്റോറിയം പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോൾ എത്തിങ്ങാൻ അത് ഏറ്റെടുക്കുകയാണ്. ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും താക്കോൽദാന കർമ്മവും പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഓർഫനേജ് പ്രസിഡന്റ് AE മൊയ്തീൻ ഹാജി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പ്രധാന ഹാൾ മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഭാരവാഹി ഡോക്ടർ MB കുഞ്ഞഹമ്മദ് ഓഡിറ്റോറിയം പരിചയപ്പെടുത്തി. ഓർഫനേജ് ജനറൽ സെക്രട്ടറി VE മോയ്മോൻ ഹാജി താക്കോൽ ഏറ്റുവാങ്ങി. കമ്മിറ്റി ഭാരവാഹികൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 മുക്കം. പുനലൂർ ബോസ്ട്രിംഗ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ മുക്കടവാറിന് കുറുകെയാണ് പാലം യാഥാർത്ഥ്യമാക്കുന്നത്. ജില്ലയുടെ കിഴക്കൻ മേഖലയാണ് അച്ചൻകോവിൽ, ചെമ്പനരുവി, മുള്ളുമല ഭാഗങ്ങൾ. ഇവിടെ ശക്തമായ മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായതോടെയാണ് ശക്തമായ പാലത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. മുക്കടവ് ആറിന് കുറുകെയാണ് ശക്തമായ ബോസ്ട്രിംഗ് പാലം ഉയരുന്നത്. ആറിന് സ്വതന്ത്രമായി ഒഴുകാൻ കഴിയുന്ന നിലയിൽ മധ്യഭാഗത്ത് തൂണുകളില്ല. ഇരുകരകളിലുമായി 2 തൂണുകളും പാലത്തിൽ നിന്നുയരുന്ന 11 ബീമുകളും ആർച്ചുമാണ് പാലത്തെ ഉറപ്പുള്ളതാക്കുന്നത്. ആർച്ചിന്റെ കോൺക്രീറ്റ് പൂർത്തിയാകുന്നതോടെ 80% നിർമ്മാണവും പൂർത്തിയാകും. ഇതിന്റെ ബോ സ്ട്രിംഗ് ബ്രിഡ്ജ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് 50 മീറ്റർ ലെങ്തുള്ള ഒരു ആറിന് കുറുകെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിന് നടുക്ക് തൂണ് കൊടുക്കുക അത്ര പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ 2 സൈഡിൽ തൂണുകൾ കൊടുത്ത് ഒരു ആർച്ച് മോഡൽ ചെയ്ത് ഡിസൈൻ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ ഉറപ്പും ബലവും 2 സൈഡിലേക്കും പിന്നെ ആർച്ചിലേക്കും കൂടാണ് പോകുന്നത്. അത്രയും ഉള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ടാണ് 50 മീറ്റർ നീളത്തിൽ 2 സൈഡിൽ മാത്രം തൂണ് കൊടുത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ബ്രിഡ്ജ്. 50 മീറ്റർ നീളവും 12 മീറ്റർ വീതിയുമാണ് പാലത്തിനുള്ളത്. വാഹനത്തിന് കടന്നുപോകാൻ 7.5 മീറ്റർ വീതിയും 1.5 മീറ്റർ വീതം നടപ്പാതയുമുണ്ട്. മുക്കടവിൽ ഇത് 3ാമത്തെ പാലമാണ് നിർമ്മിക്കുന്നത്. 1970-ൽ പാലത്തിൽ നിന്നും ബസ് ആറ്റിലേക്ക് മറിഞ്ഞതിനാൽ പഴയ പാലം പൊളിച്ച് നിലവിലെ പാലം നിർമ്മിക്കുകയായിരുന്നു. പുനലൂർ മുതൽ കോന്നി വരെയുള്ള റീച്ചിൽ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ പാലമാണിത്. 220 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഫെബ്രുവരിയിൽ നിർമ്മാണം പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് കരാറുകാർ. ന്യൂസ് 18 പുനലൂർ. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടാൻ ശ്രമം, 2 പേർ പിടിയിൽ, ഒരാൾ ഒളിവിലാണ്. രാജകുമാരിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലാണ് 23 ഗ്രാം തൂക്കം വരുന്ന 3 വളകൾ പണയം വയ്ക്കാനായി യുവാക്കൾ എത്തിയത്. പരിശോധനയിൽ മുക്കുപണ്ടമാണെന്ന് മനസ്സിലാക്കിയതോടെ സ്ഥാപനത്തിലെ ജീവനക്കാർ പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് പ്രതികളായ ബിനീഷിനെയും ജോബിനെയും രാജാക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇവർക്കൊപ്പമുണ്ടായിരുന്ന സോനുവിനായി തെരച്ചിൽ തുടരുന്നുണ്ട്. അടിമാലി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കായംകുളത്ത് തലയിൽ മരം വീണ അബോധാവസ്ഥയിൽ ചികിത്സയിലുള്ള ബംഗാൾ സ്വദേശിക്ക് നാട്ടിലെത്താൻ ഇടപെട്ട MLA യു പ്രതിഭ. മരം മുറിക്കുന്നതിനിടെ പരിക്കേറ്റ സുഹൈൽ ഷെയ്ഖിനെ ICU ആംബുലൻസിലാണ് മാൾഡയിലേക്ക് യാത്രയാക്കിയത്. പ്രവാസി വ്യവസായി സജി ചെറിയാനാണ് യാത്രാ ചെലവിനടക്കമുള്ള സഹായങ്ങൾ ഒരുക്കിയത്. 2022 ഡിസംബർ 16-നാണ് ചക്കാല ജംഗ്ഷനിൽ ജോലിക്കിടെ മരത്തിന്റെ ചില്ല ഒടിഞ്ഞ് തലയിൽ വീണ് സൊഹൈലിന് പരിക്കേറ്റത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് തലയോട്ടി ഇളക്കി ശസ്ത്രക്രിയ അടക്കം ചെയ്തെങ്കിലും ബോധം തിരികെ ലഭിച്ചില്ല. 1.5 മാസത്തോളം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് സൊഹൈൽ ജീവിച്ചത്. ന്യൂറോ വിഭാഗത്തിലെ ചികിത്സയ്ക്ക് ശേഷവും ബോധം തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് നാട്ടിലേക്ക് മടങ്ങാനായി ഡോക്ടർ നിർദ്ദേശിച്ചത്. കുടുംബത്തിനൊപ്പം താമസിക്കുന്നതും അവരുടെ പരിചരണവും സൊഹൈലിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചെങ്കിലും സൊഹൈലിനെ മാൾഡയിലെത്തിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി കുടുംബത്തിനില്ലായിരുന്നു. തുടർന്ന് ഇവരുടെ പ്രശ്നം MLAയുടെ വാട്സ്ആപ്പ് റേഡിയോയിലേക്ക് അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ MLA യു പ്രതിഭ പ്രശ്നത്തിൽ ഇടപെട്ടു. ഞങ്ങൾ ആദ്യം മുഖ്യമന്ത്രിക്ക് അയച്ചു. നല്ല പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു. കളക്ടർക്ക് കൊടുത്തു. പക്ഷേ ഞങ്ങളുടെ മുന്നിലേക്ക് സാറിൻ്റെ ഒരു പെട്ടെന്ന് എന്തോ മനസ്സിൽ തോന്നി. സൈച്ചറിയ സാർ ഈയിടെ 5 പേർക്ക് വീട് വെച്ച് കൊടുത്തല്ലോ. ഞാൻ പിയോട് പറഞ്ഞു സാറിനെ ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞു. എല്ലാം പെട്ടെന്നായിരുന്നു. മാൾഡ വരെ പോകാനുള്ള ആംബുലൻസിന്റെ ചെലവ് തന്നെയായിരുന്നു കുടുംബത്തിന് മുന്നിലുള്ള പ്രതിസന്ധി. ഇതിന് പരിഹാരം കാണാൻ MLA പ്രവാസി വ്യവസായിയായ സജി ചെറിയാനെ സമീപിച്ചു. സഹായിക്കാൻ സജി ചെറിയാനും മുന്നിട്ടിറങ്ങിയതോടെ സുഹൈലിന് നാട്ടിലേക്ക് മടങ്ങാനുള്ള അവസരമൊരുങ്ങി. നമ്മൾ എയർ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. അങ്ങനെ വരുമ്പോൾ ഇത് 2 മണിക്കൂറിന് മേളിൽ എയർ ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ബാംഗ്ലൂരിൽ ഇറങ്ങി പിന്നെ അവിടെ കഴിഞ്ഞ് 8 മണിക്കൂർ കഴിഞ്ഞ് പോകത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പല ഇതിലും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ ആംബുലൻസിലോട്ട് നമ്മൾ തിരിഞ്ഞത്. അങ്ങനെ ആംബുലൻസ് തിരക്കിയപ്പോൾ അവർ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ബന്ധുക്കൾക്കൊപ്പം സൊഹൈൽ ബംഗാളിലേക്ക് മടങ്ങി. സൊഹൈലിനെ യാത്രയാക്കാൻ MLAയും എത്തി. ന്യൂസ് 18 കായംകുളം.
വൈദ്യുതി കാത്തുള്ള കുട്ടമ്പുഴയിലെ ആദിവാസി കോളനികളുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. വൈദ്യുതി എത്തിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കുഞ്ചിപ്പാറയിൽ തുടക്കമായി. കുട്ടമ്പുഴ പഞ്ചായത്തിലെ തലവച്ചപ്പാറ, കുഞ്ചിപ്പാറ എന്നീ ആദിവാസി കോളനികളുടെ വൈദ്യുതീകരണത്തിനുള്ള നടപടികളാണ് ആരംഭിച്ചത്. ബ്ലാവനക്കടവിൽ നിന്ന് ജങ്കാറിലൂടെ പുഴവട്ടം കടന്ന് കാട്ടുപാതയിലൂടെ 10ഓളം കിലോമീറ്റർ ജീപ്പിൽ സഞ്ചരിച്ചാൽ മാത്രമേ ഈ കോളനികളിലേക്ക് എത്താൻ സാധിക്കൂ. ഇവിടേക്കാണ് ഇപ്പോൾ വൈദ്യുതി എത്തിക്കാനുള്ള നിർമ്മാണം ആരംഭിച്ചത്. 4 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത്. 13 കിലോമീറ്റർ ദൂരം വനത്തിലൂടെ 11 kV ഭൂഗർഭ കേബിൾ വലിച്ചാണ് വൈദ്യുതി എത്തിക്കുക. വെളിച്ചമെത്തുന്ന ആശ്വാസത്തിലാണ് കോളനി നിവാസികൾ. വെളിച്ചം വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഉപകാരം തന്നെയായിരിക്കും. കാരണം ആനശല്യം ഭയങ്കര കൂടുതലുള്ള ഏരിയയാണ് ഇവിടെ. ആനശല്യം പോലെ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇപ്പോൾ അത്യാവശ്യം പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ തന്നെ ഭയങ്കര പേടിയാ. ആന്റണി ജോൺ MLA നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. പതിറ്റാണ്ടുകളായി ആദിവാസി കുടുംബങ്ങൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധിക്ക് ഇതോടെ പരിഹാരമാകുമെന്ന് MLA പറഞ്ഞു. 13 കിലോമീറ്ററോളം നിബിഡ വനത്തിലൂടെ ഭൂഗർഭ കേബിൾ വലിച്ചുകൊണ്ടാണ്, UG കേബിൾ വലിച്ചുകൊണ്ടാണ് ഈ 2 കോളനികൾക്ക് സമീപത്തും പ്രത്യേകമായ 2 ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ച് അതിൽ നിന്നും ABC കേബിൾ വഴി എല്ലാ വീടുകളിലേക്കും, കോളനികളിലെ 200 വീടുകളിലേക്കും വൈദ്യുതി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 കോതമംഗലം. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ശരണ വഴികളെല്ലാം സന്നിധാനത്തേക്ക്. മകരവിളക്ക് മഹോത്സവത്തിനൊരുങ്ങി ശബരിമല. ശരണം വിളിയുമായി എരുമേലി പേട്ടതുള്ളൽ. മതമൈത്രിയുടെ നാട്ടിൽ നിന്നും തത്സമയം എരുമേലി പേട്ടതുള്ളൽ. സമഗ്ര കവറേജ് രാവിലെ മുതൽ. ന്യൂസ് 18 വാർത്തയിൽ എന്നും മുന്നിൽ.